ഞാനിന്ന് പറയാൻ പോകുന്ന വിഷയം മൈഗ്രെയിനെ കുറിച്ചാണ്. മൈഗ്രെയിൻ എന്ന് പറയുന്നത് ഒരു ന്യൂറോളജിക്കൽ പ്രോബ്ലമാണ്. നമ്മൾക്ക് ഡെയിലി വരുന്ന ഒരു ബാഡായിട്ടുള്ള ഒരു ഹെഡേക്കിനേക്കാൾ ഉപരി ഇതൊരു ന്യൂറോളജിക്കൽ പ്രോബ്ലമായിട്ടാണ് കരുതുന്നത്. ഇതിൻ്റെ പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് ഭയങ്കര ത്രോബിങ് ആയിട്ടുള്ളൊരു പെയിൻ ആയിരിക്കും, അല്ലെങ്കിൽ ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു ഹെഡേക്കാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണം എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ കൂടെ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് നോസിയ, വോമിറ്റിംഗ്, അല്ലെങ്കിൽ ലൈറ്റ് സെൻസിറ്റിവിറ്റി, സൗണ്ട് കേൾക്കുന്നത് ബുദ്ധിമുട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങളാണ്. ഈ മൈഗ്രെയിൻ എന്ന് പറയണത് ചിലപ്പോൾ ചില ദിവസത്തിൻ്റെ ഒരു പകുതി ദിവസം അല്ലെങ്കിൽ ഫ്യൂ ഡേയ്സ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. മൈഗ്രെയിൻ ആരിലൊക്കെ വരുമെന്നുള്ളതാണ് അടുത്തൊരു കാര്യം നമ്മൾ നോക്കുന്നത്. ഇത് മെയിനായിട്ട് വരുന്നത് എല്ലാ ഏജസിലുള്ള ആൾക്കാരിലും പൊതുവെ കാണപ്പെടുന്നതാണ്. ഇത് തന്നെ പ്രത്യേകിച്ച് 15 മുതൽ 55 വയസ്സ് വരെയാണ് പ്രത്യേകിച്ചും എടുത്തു പറയുന്നത്. സ്ത്രീകളിലാണ് ഇത് പൊതുവെ കൂടുതലായിട്ട് കാണുന്നത്. 3 times മോർ ദാൻ മെൻ ആണ്. പിന്നെ ഫാമിലി ഹിസ്റ്ററി ഇതിൻ്റെ ഒരു പ്രധാന ഒരു കാര്യമാണ്. ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ഇത് നിർബന്ധമായിട്ടും ഒരു 5% നമ്മൾക്ക് അടുത്തൊരു തലമുറയിൽ കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ നമ്മളുടെ നേരത്തെ പറഞ്ഞ പോലെ ഏജിൻ്റെ ഗ്രൂപ്പ് പറയുകയാണെങ്കിൽ 15 മുതൽ 55 വയസ്സിനിടയ്ക്കാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. കോസസ് ഓഫ് മൈഗ്രെയിൻ, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾക്ക് മൈഗ്രെയിൻ വരുന്നത് നോക്കാം. ഒന്നെന്ന് പറയുന്നത് സ്ലീപ്പ് തന്നെ ഒരു പ്രധാന കാരണമാണ്. സ്ലീപ്പ് കുറയുന്നത് കൊണ്ടുവരാം, അല്ലെങ്കിൽ ടു മച്ച് സ്ലീപ്പ് അതുകൊണ്ട് വരാം, അല്ലെങ്കിൽ പിന്നെ അടുത്ത സ്ക്രീൻ ടൈം ഒരുപാട് ഉണ്ടെങ്കിൽ അതുകൊണ്ട് വരാം. പിന്നെ അടുത്തൊരു കാര്യമാണ് നമ്മുടെ സ്ട്രെസ് എന്ന് പറയണത്. സ്ട്രെസ് എന്ന് പറയണത് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് മൈഗ്രെയിൻ വരാം. പിന്നെ അല്ലെങ്കിൽ വെതർ ചേഞ്ചസ് കൊണ്ട് വരാം. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഫാമിലി ഹിസ്റ്ററി കൊണ്ടുവരാം. പിന്നെ ഹോർമോണൽ ചേഞ്ചസ് എസ്പെഷ്യലി വിമൻസിൽ കൊണ്ടുവരാം. പിന്നെ ചില സർട്ടൻ ഫുഡ് ഐറ്റംസ് കൊണ്ട്, ലൈക്ക് ചോക്ലേറ്റ്സ്, ചീസ്, കഫൈൻ പോലുള്ള കാര്യങ്ങൾ അമിതമായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് കൊണ്ടുവരാം. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ. 2 രീതിയിൽ നമുക്ക് മൈഗ്രെയിനെ തിരിക്കാൻ പറ്റും: വിത്ത് ഓറയും വിത്തൗട്ട് ഓറയും. മൈഗ്രെയിൻ വിത്ത് ഓറ എന്ന് വെച്ചാൽ ആ പേഴ്സൺ കുറച്ച് ലൈറ്റ്സിനെ കാണുന്നു, അല്ലെങ്കിൽ കുറച്ച് പാറ്റേൺസ് കാണുന്നു, അങ്ങനെയുള്ള അല്ലെങ്കിൽ കുറച്ച് സൗണ്ട്സ് കേൾക്കുന്നു. ഇതൊക്കെയാണ് മൈഗ്രെയിൻ. ഇതിന് ശേഷം ഭയങ്കരമായിട്ടുള്ള ആ ഒരു പെയിൻ അല്ലെങ്കിൽ ഒരു ഹെഡേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് മൈഗ്രെയിൻ വിത്ത് ഓറ എന്ന് പറയുന്നത്. വിത്തൗട്ട് ഓറ എന്ന് വെച്ചാലാണ് ഇതാണ് മോസ്റ്റ് കോമൺ എന്ന് പറയുന്നത്. ഇതിൽ പ്രത്യേകിച്ച് പാറ്റേണോ അല്ലെങ്കിൽ വാർണിംഗ് സൈനോ ഒന്നുമില്ല. ഡയറക്റ്റായിട്ട് ഇത് ഭയങ്കര തലവേദനയോടുകൂടി തുടങ്ങുന്ന ഒരു കാര്യമാണ്. പിന്നെ ഒരു ക്രോണിക് ആയിട്ടുള്ള മൈഗ്രെയിൻ എന്ന് പറയും. അതായത് മാസത്തിൽ 15 ദിവസത്തിൽ കൂടുതലായിട്ട് ഇങ്ങനെ മൈഗ്രെയിൻ കാണുന്നതായിട്ടുള്ള ഒരവസ്ഥയാണ് ക്രോണിക് മൈഗ്രെയിൻ എന്ന് പറയുന്നത്. മൈഗ്രെയിൻ്റെ എക്സാക്റ്റ് കോസ് എന്തെന്ന് വെച്ചാൽ ഇപ്പോഴും അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. മെയിനായിട്ട് പറയുന്നത് നെർവിൽ വരുന്ന അല്ലെങ്കിൽ ബ്രെയിനിൽ വരുന്ന കുറച്ച് സ്റ്റിമുലേഷൻസിലുണ്ടാവുന്ന വ്യതിയാനങ്ങൾ കൊണ്ടാണ് മൈഗ്രെയിൻ വരുന്നത്. പിന്നെ വേറൊരു പ്രധാന കാരണം എന്ന് വെച്ചാൽ സെറട്ടോണിൻ എന്ന് പറഞ്ഞൊരു നമ്മളുടെ ഒരു ബ്രെയിൻ കെമിക്കലുണ്ട്. ഇതിൽ വരുന്ന ഏറ്റക്കുറച്ചിലും കൊണ്ടും വരാം. സെറട്ടോണിൻ എന്ന് പറയുന്നത് ഒരു ബ്രെയിൻ കെമിക്കലാണ്. അത് നമ്മളുടെ സിഗ്നൽസിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. അപ്പോൾ ഈ സെറട്ടോണിൻ എന്ന് പറയുന്ന ആ ഒരു കെമിക്കൽ എന്ന് പറയുന്നത് നമ്മളുടെ മൂഡ് വേരിയേഷൻസ്, അല്ലെങ്കിൽ നമ്മുടെ പെയിൻ റെഗുലേഷൻസ്, നമ്മുടെ കംപ്ലീറ്റ് ഒരു പെയിൻ മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ ബ്ലഡ് വെസൽ കൺട്രോളിനെയൊക്കെ സഹായിക്കുന്നു. സെറട്ടോൺ ഇപ്പോൾ വൺസ് ഡൗൺ ആവണമെങ്കിൽ ഇവിടെ ഒരു വാസോ ഡയലേഷൻ സംഭവിക്കുകയും അതുവഴി നമ്മൾക്ക് ഇൻഫ്ലമേഷനും ഈ ഒരു പെയിനും കൂടാൻ കാരണമാകുന്നു. പിന്നെ അക്കോർഡിംഗ് ടു നമ്മൾ ആയുർവേദത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ വാത ടൈപ്പ് അല്ലെങ്കിൽ പിത്ത ടൈപ്പ് അല്ലെങ്കിൽ കബ ടൈപ്പ് ഓഫ് മൈഗ്രെയിൻ ആണ് പറയുന്നത്. അപ്പോൾ വാത ടൈപ്പ് എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ത്രോബിങ് പെയിൻ ആയിരിക്കും. ഇത് കൂടുതലും നമ്മൾ ഉറക്കമില്ലായ്മ, ആങ്സൈറ്റി, സ്ട്രെസ്സ് കൂടുതൽ ഉണ്ടാകുന്ന ആണ് വാത ടൈപ്പ് ഓഫ് മൈഗ്രെയിൻ എന്ന് പറഞ്ഞാൽ. പിത്ത എന്ന് പറയുമ്പം ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു പെയിനാണ് കാണുന്നത്. പിന്നെ ഒരു എന്താ പറയുക, ഭയങ്കര ഒരു ബേണിങ് സെൻസേഷൻ അതിൽ ഉൾപ്പെടുക. പിത്ത കൈൻഡ് ഓഫ് മൈഗ്രെയിനിൽ കൂടുതലായിട്ട് കാണുന്നത് നോസിയ, അല്ലെങ്കിൽ പിന്നെ ആങ്കർ, ഭയങ്കര ദേഷ്യമായിരിക്കും, അല്ലെങ്കിൽ ലൈറ്റ് സെൻസിറ്റിവിറ്റിയൊക്കെ കൂടുതലായിരിക്കും പിത്ത ടൈപ്പ് ഓഫ് മൈഗ്രെയിനിൽ. കബ ടൈപ്പിലാണെങ്കിൽ ഇത് ലെസ് കോമൺ ആണ്. ഇതെപ്പോൾ ഒരു ഡൾനെസ് ആയിരിക്കും. ഇത് കൂടുതൽ ഒരു ക്രോണിക് ആയിട്ടുള്ള ഒരു സൈനസൈറ്റിസ് കൊണ്ടുണ്ടാവുന്നതായിരിക്കും കബ ടൈപ്പ് ഓഫ് മൈഗ്രെയിൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾക്കിത് എന്തൊക്കെ കാരണങ്ങൾ ചെയ്ത് നമ്മൾക്കിതിനെ കൺട്രോൾ ചെയ്യാമെന്നുള്ളതാണ്. മെയിനായിട്ട് പറയണത് ആയുർവേദത്തിൽ പറയണമെന്ന് വെച്ചാൽ പിത്ത അഗ്രിവേറ്റ് ചെയ്യുന്ന ഫുഡിനെ മീൻസ് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് ലൈക്ക് ഫ്രൈഡ് ഐറ്റംസ്, ഓയിലി ഐറ്റംസ് ഉള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക. പിന്നെ കോൾഡ് തിങ്സ് ലൈക്ക് ഐസ്ക്രീംസ്, തണുത്ത വെള്ളം, പെട്ടെന്ന് ചൂടിന്ന് പുറത്തുനിന്ന് വന്നിട്ട് പെട്ടെന്ന് തണുത്ത വെള്ളം എടുത്ത് കുടിക്കുക, അതൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത്. പിന്നെ സ്ക്രീൻ ടൈം കുറയ്ക്കുക എന്നുള്ളത് വേറൊരു പ്രത്യേക കാര്യമാണ്. പിന്നെ നന്നായിട്ട് ഉറങ്ങുക
എന്നുള്ളത് അടുത്തൊരു ഇതായിട്ട് മിനിമം ഒരു 6 to 7 അവേഴ്സെങ്കിലും മാക്സിമം ഉറങ്ങാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ യോഗയും മെഡിറ്റേഷനും ഇതിന് വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ്. പിന്നെ ആയുർവേദത്തിൽ ഇതിന് വളരെ ഫലപ്രദമായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ലൈക്ക് ഇൻറ്റേർണൽ മെഡിസിൻസ് ആണ് നമ്മൾ പൊതുവേ കൊടുക്കുന്നത്. ലൈക്ക് ഒരു ആമപാചനം എന്നുള്ളൊരു രീതിയിലായിരിക്കും ഒരു വേ ഓഫ് ട്രീറ്റ്മെൻറ്റ്. അമൃതോത്തരം, ഷഡ്ധരണം പോലുള്ള വളരെ ഫലപ്രദമായിട്ടുള്ള മെഡിസിൻസ് ആയുർവേദത്തിൽ ലഭ്യമാണ്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾക്ക് നസിം എന്ന് പറഞ്ഞ ഒരു പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റ് നമ്മൾക്കിതിൽ വളരെ ഫലപ്രദമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾക്ക് ശിരോധാര ചെയ്യാം, പിന്നെ നമുക്ക് ആവി കൊടുക്കാം, അതായത് സ്വേദനം ചെയ്യാം. ഇതൊക്കെ വളരെ ഫലപ്രദമാണ് സൈനസൈറ്റിസിൽ നിന്ന്. താങ്ക് യു.